ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ റീപോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള. മകൾ സ്വന്തം മനസ്സാലെ ജീവനൊടുക്കില്ലെന്നും നിവൃത്തിയില്ലാതെ ചെയ്തു പോയെങ്കിൽ അതിന് കാരണം ഭർത്താവ് സതീഷാണെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. അതിനെ എനിക്ക് അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നത്, എങ്കിൽ തന്നെയും അതിനെപ്പറ്റി ഇനി ഇവിടെ അതിനുള്ള അന്വേഷണങ്ങൾ നടക്കുമല്ലോ. അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അവനൊരു കൊലയാളി തന്നെയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവൻ അവളെ കൊന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കുറേശ്ശെ അത് പടിപടിയായി അവൻ ചെയ്ത് പൂർത്തിയാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഒരിക്കലും എൻ്റെ മോൾ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. എൻ്റെ കുഞ്ഞിനുണ്ടായ പീഡനങ്ങളെല്ലാം ഈ നിയമത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടണം. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, അച്ഛൻ്റെ വേദന നമ്മൾക്ക് മനസ്സിലാകും. പക്ഷേ ഇനിയും ഒരു റീപോസ്റ്റ്മോർട്ടത്തിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യമുണ്ടോ? അവിടെയൊക്കെ വളരെ കൃത്യമായി ഈ പറയുന്നത് പോലെ പോസ്റ്റ്മോർട്ടം നടത്തിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൊലപാതക കുറ്റത്തിനാണ് നിലവിൽ കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റീപോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് അതിന്റെ ഒരു നടപടിയുടെ ഭാഗം കൂടിയായിരിക്കും. നിലവിൽ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ്. മാത്രമല്ല, ഈ അതുല്യ അനുഭവിച്ച കൊടിയ പീഡനം സംബന്ധിച്ചിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഇവർ പോലീസിന് കൈമാറിയിരുന്നു. പോലീസ് അമ്മയുടെയും അച്ഛന്റെയൊക്കെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2 ദിവസത്തിനുള്ളിൽ മൃതശരീരം അവിടുത്തെ ഈ നിലവിലെ ഫോറൻസിക് റിപ്പോർട്ടിൽ അസ്വാഭാവിക ഈ മരണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും ഒരു ദുരൂഹതയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിലവിൽ ആ ഫോറൻസിക്കിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ലെന്നാണ് ഷാർജയിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് ബന്ധുക്കൾ പറയുന്നത്. ഇനി അവിടെ നടപടിക്രമങ്ങൾ ഏതാണ്ട് അവസാനിച്ച ഇതാണ്. ഇനി എത്രയും പെട്ടെന്ന് മൃതശരീരം നാട്ടിൽ തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം. രാജ്കുമാർ, ഈ സതീഷിനെതിരെ ഷാർജയിൽ നിയമ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ മരണത്തിൽ ഒരു ദുരൂഹത ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും സതീഷിനെ അവിടുത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇനിയിപ്പോൾ അയാൾക്കെതിരെ നിയമ നടപടി നാട്ടിൽ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ, അല്ലേ? 2 തരത്തിലാണ്. ഒന്ന്, ഇക്കാര്യത്തിൽ ജമാലിന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും. ഇതിൽ സഹോദരി അവിടെ ഷാർജ പോലീസിന് പരാതി നൽകിയിരുന്നു പീഡനം സംബന്ധിച്ച്. പക്ഷെ ഇനി അവിടുത്തെ നിയമം അനുസരിച്ച് ഇതൊക്കെ ഈ തെളിവുകളെല്ലാം വെച്ച് അവർ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കേരള പോലീസിലാണ് ഇപ്പൊ ഈ കുടുംബം കൂടുതൽ വിശ്വസിക്കുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞാൽ ഈ നിയമ പോരാട്ടം തുടരുമെന്ന് ഈ രാജശേഖരൻ പിള്ള തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്.